ഇത്തരം വിലക്കിയ സിനിമകൾ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കാൻ കേരളം 19 സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി അറിയിച്ചു. ഇത്തരം കത്രിക വെക്കലുകൾ കേരളം അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കി. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കെത്തിയ 19 സിനിമകൾക്ക് കേന്ദ്രം കത്രിക പൂട്ടിട്ടപ്പോൾ വിലക്കിയ സിനിമകൾ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനമെടുത്ത് സംസ്ഥാന സർക്കാർ ധൈര്യം കാട്ടി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ച 19 ചിത്രങ്ങളും തിയേറ്ററുകളിലെത്തും. പാലസ്തീൻ സിനിമകളെന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകൾ, ആ സിനിമകൾ കാണിക്കേണ്ടെന്ന് പറയുന്ന കാര്യം. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ, ബീഫ്, ഹാർട്ട് ഓഫ് ദ വുൾഫ്, ഈഗിൾസ് ഓഫ് ദ റിപ്പബ്ലിക് എന്നീ 4 ചിത്രങ്ങൾക്ക് രാവിലെ തന്നെ പ്രദർശനാനുമതി ലഭിച്ചിരുന്നു. ഉച്ചയോടെ മറ്റ് ചിത്രങ്ങളും പ്രദർശിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ചിത്രങ്ങളുടെ സമയം പുനഃക്രമീകരിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി അറിയിച്ചു. ഒരു സിനിമാ പ്രേമികളും ഒരു തരത്തിലും ഒരാശങ്കയും വേണ്ട. ഇവിടെ ബാൻ ചെയ്തിരിക്കുന്ന സിനിമകൾ ഞങ്ങൾ കാണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ വാഴ്ചയുടെ നേർചിത്രമാണ് IFFK-യിൽ ഉണ്ടായതെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.